ജർമ്മനി ആരാധകരും ബ്രസീൽ ആരാധകരും പോർച്ചുഗൽ ആരാധകരുമെല്ലാം ഇന്ന് ഈജിപ്തിന്റെ ആരാധകരായിരുന്നു. ഇന്ന് മുഴങ്ങിക്കേട്ട ഈജിപ്തിന്റെ ആരവം എങ്ങനെയെങ്കിലും അർജന്റീന തോറ്റു കാണണം എന്നാഗ്രഹിക്കുന്നവരുടെ കൂട്ടായ്മയായിരുന്നു. മെസ്സിയുടെ കാലിൽ നിന്നും പെനാൽറ്റി നഷ്ടപ്പെട്ടപ്പോൾ അവർ നുരഞ്ഞു പൊന്തി. മാക്കലിസ്റ്ററുടെ ഹെഡർ പൊലിഞ്ഞു വീണപ്പോൾ അവർ ഉറഞ്ഞു തുള്ളി. അൽവാരസിന്റെ ഉന്നം ഗോൾ കീപ്പർ തടുത്തിട്ടപ്പോൾ അവരുടെ ചിരി കരയും കടലും കവിഞ്ഞു. ഈജിപ്തിന്റെ ഓരോ ഗോളും നിങ്ങൾ ആഘോഷിച്ചത് മെസ്സിയുടെ കുരിശാരോഹണം പോലെ ആയിരുന്നു. എന്നാൽ മിഷിഹാക്ക് കുരിശാരോഹണം പുത്തിരിയല്ല, അയാളത് പലതവണ തെളിയിച്ചതാണ്. ന്യായവിധിയുടെ നിമിഷത്തിൽ അന്തിമകാഹളം അർജന്റീനക്ക് അനുകൂലമായിരിക്കുമെന്ന് അശരീരി കിട്ടിയവരെ പോലെ വ്യാകുലപ്പെടാതെ അവർ ശാന്തനായിരുന്നു. അതെ, അർജന്റീന ആരാധകർ. കാൽപന്ത് ഒരു മതമാണെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതം. അതിൻ്റെ മിഷിഹയാണ് മൈതാനത്ത് നിൽക്കുന്നത്. ഏകദൈവമായ അവനിൽ വിശ്വസിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഒരു നാളും മുട്ടുണ്ടാവുകയില്ല. ടിവിയുടെ മുന്നിൽ ഞങ്ങൾ മുട്ടുകുത്തി. ഈജിപ്തിൻ്റെ രണ്ടാമത്തെ ഗോൾ വീണപ്പോൾ ചിരിയൊട്ടും വകവെക്കാതെ വിമർശകരുടെ ചുണ്ടുകൾ പൊട്ടിത്തെറിച്ചു. അപ്പോഴും കാൽപന്തിൻ്റെ ദൈവം ശാന്തനായിരുന്നു. വീണ ഗോൾ വലയിൽ നിന്നും പുറത്തെടുത്ത് അവൻ്റെ ആദ്യത്തെ അത്ഭുതം. നിങ്ങൾക്ക് വേണ്ടി അവൻ ഒരു ഗോൾ കൂടി അടിക്കുന്നുണ്ട്. അപ്പോൾ അഗ്നിപർവ്വതം പോലെ, അശനീതി പോലെ നിങ്ങൾ പൊട്ടിച്ചെറിച്ചു. അപ്പോഴും മിഷിഹായും അവൻ്റെ ആരാധകരും ശാന്തമായിരുന്നു. 79-ാമത്തെ മിനിറ്റിൽ റൊമേറോയുടെ തലയിൽ നിന്നും രണ്ടാമത്തെ ഗോൾ പിറന്നു. 83-ാമത്തെ മിനിറ്റിൽ അതുവരെയുള്ള സകല പാപങ്ങളെയും സ്വന്തം കാൽ കൊണ്ട് കഴുകിക്കളഞ്ഞ് മിഷിഹായുടെ മൂന്നാമത്തെ അത്ഭുതം. 93-ാമത്തെ മിനിറ്റിൽ ഫെർണാണ്ടസിന്റെ കാലുകളിൽ നിന്നും നാലാമത്തെയും അവസാനത്തെയും അത്ഭുതം. എന്നാൽ നിങ്ങൾ അറിയുക, വെറുതെ വന്ന് ഗോളടിച്ചിട്ട് പോകുന്നതല്ല മാസ്. ജയിക്കില്ലെന്ന് നിങ്ങൾക്കെല്ലാം മാഷ് തന്ന് അതിനുമേൽ സകല മനോരാജ്യവും ശക്തിയും മഹത്വവും കെട്ടിപ്പിടിക്കാനുള്ള സമയവും തന്ന് ജയിച്ച് കാണിച്ചു തരുന്നതാണ് മാസ് എന്നത്. മെസ്സി എന്ന പേരിലും മാസ് എന്ന വാക്കിലും ഒരേ അക്ഷരങ്ങളായിപ്പോയത് ആഭിചാരികമല്ല എന്ന് നിങ്ങൾ അറിയുക തന്നെ വേണം. മത്സരം കഴിഞ്ഞ് മൈതാനത്തിൻ്റെ പച്ചപ്പുല്ലിൽ ആ കണ്ണുനീർ തുള്ളികൾ വീണപ്പോൾ ഒരു നിമിഷം ലോകം മുഴുവൻ നിശ്ചലമായതുപോലെ തോന്നി. ഈജിപ്തിനെതിരെയുള്ള ആ കടുത്ത പോരാട്ടത്തിൽ എല്ലാം കൈവിട്ടെന്നു പോയ നിരാശയിൽ ആ മാന്ത്രികന്റെ മുഖത്ത് നിരാശയുണ്ടായിരുന്നു. പരാജയത്തിൻ്റെ കയ്പുനീർ ചുണ്ടോളമെത്തിയ നിമിഷത്തിൽ ഇനിയൊരിക്കലും തിരിച്ചു വരാൻ അർജന്റീനക്കാകില്ലെന്ന് ഉറപ്പിച്ചവരുണ്ട്. ഹൃദയഭേദത്തോടെ ആ നായകൻ തലകുനിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരുടെ നെഞ്ചകമാണ് ഒപ്പം വിതുമ്പിയത്. എന്നാൽ വിധിയുടെ കൽപ്പനകൾക്ക് മുമ്പിൽ അത്ര പെട്ടെന്നൊന്നും കീഴടങ്ങാൻ ആ വിസ്മയ കാലുകൾക്ക് കഴിയില്ലായിരുന്നു. ഇത്രയേറെ സ്വപ്നങ്ങളും കഠിനാധ്വാനവും ബാക്കി നിൽക്കെ അവനെങ്ങനെ ശ്രമിക്കാതിരിക്കാൻ സാധിക്കും? പോരാട്ടവീരം ചോർന്നു പോകാത്ത ഒരു കൂട്ടം സഹയോദ്ധാക്കൾ കൂടെയുള്ളപ്പോൾ തോൽവി സമ്മതിച്ചു കൊടുക്കുന്നത് ആ നായകന്റെ നിഘണ്ടുവിലില്ലായിരുന്നു. ഹൃദയത്തിൽ കനലായി അവശേഷിച്ച ആ ചെറിയ പ്രതീക്ഷയെ അവൻ ഒന്നിച്ച് ഊതിക്കാച്ചി വലിയൊരു അഗ്നിയാക്കി മാറ്റി. നഷ്ടപ്പെട്ടെന്ന് കരുതിയ സാമ്രാജ്യം തിരിച്ചു പിടിക്കാനുള്ള ഒടുങ്ങാത്ത ആഗ്രഹമാണ് അവരെ വീണ്ടും മൈതാനത്ത് വിസ്മയങ്ങൾ തീർക്കാൻ പ്രേരിപ്പിച്ചത്. ഒടുവിൽ ചരിത്രം സാക്ഷ്യം വഹിച്ചത് അവിശ്വസനീയമായ ഒരു മഹാ തിരിച്ചുവരവിനായിരുന്നു. തോൽവിയുടെ അഗാധയിൽ നിന്ന് വിജയത്തിന്റെ കൊടുമുടിയിലേക്കുള്ള പ്രയാണം കാൽപന്തിന്റെ ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതപ്പെടുക തന്നെ ചെയ്യും. കളി അവസാനിച്ചപ്പോൾ ആ കണ്ണുകളിൽ നിന്നും കണ്ണീർ നനവ് പടർന്നു. പക്ഷേ ഇത്തവണ അത് നിരാശയുടേതായിരുന്നില്ല, മറിച്ച് പോരാടി നേടിയ വിജയത്തിന്റെ ആനന്ദ കണ്ണീരായിരുന്നു. തോൽക്കാൻ മനസ്സില്ലാത്തവർക്ക് മുമ്പിൽ ഏത് പ്രതിസന്ധിയും വഴിമാറുമെന്ന സത്യം ഒരിക്കൽ കൂടി ആ മണ്ണിൽ കുറിക്കപ്പെട്ടു. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ലയണൽ മെസ്സിയോളം തിളങ്ങി നിൽക്കുന്ന മറ്റൊരു പേരില്ല. ഫിഫ ലോകകപ്പിന്റെ വലിയ വേദിയിൽ അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനങ്ങൾ സമാനതകളില്ലാത്തതാണ്. ഫുട്ബോൾ മൈതാനത്തെ കടുത്ത സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് തൻ്റെതായ ശൈലിയിൽ മാന്ത്രികത ക്രിയേറ്റ് ചെയ്യാൻ മെസ്സിക്ക് പ്രത്യേക കഴിവുണ്ട്. ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷയുടെ ഭാരം അയാൾ ചുമലിലേറ്റുമ്പോഴും യാതൊരുവിധ സമ്മർദ്ദമില്ലാതെ അയാൾ പന്തുമായി ഗോളടിക്കുക തന്നെ ചെയ്യും. ലോകകപ്പിലെ അദ്ദേഹത്തിന്റെ കണക്കുകൾ തന്നെ ഈ ഇതിഹാസ താരത്തിന്റെ അതുല്യമായ പ്രതിഭയ്ക്ക് തെളിവാണ്. ഗോളുകൾ നേടുന്നതിലും സഹതാരങ്ങളെ കൊണ്ട് ഗോളുകൾ അടിപ്പിക്കുന്നതിലും മെസ്സി പുതിയ ചരിത്രം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തം വഹിച്ച താരമെന്ന ഖ്യാതി മെസ്സിക്കാണ്.
താൻ നേടിയ ഗോളുകളും സഹതാരങ്ങൾക്ക് നൽകിയ അസിസ്റ്റുകളും ഉൾപ്പെടെ മൊത്തം 21 ലോകകപ്പ് ഗോളുകളാണ് അദ്ദേഹം നേരിട്ട് പങ്കാളികളായത്. എതിർ ടീമിന്റെ പ്രതിരോധ നിരയെ കീറിമുറിച്ച് അനായാസം കബളിപ്പിച്ച് മുന്നേറാനും അവിശ്വസനീയമായ പാസുകളിലൂടെ കൃത്യമായ 9 അസിസ്റ്റുകൾ തൻ്റെ പേരിലാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇത് കാലത്തിൻ്റെ കളിമികവിൻ്റെയും കൃത്യതയുടെയും ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. കളിക്കളത്തിൽ സമ്മർദ്ദങ്ങളെ നേരിടുന്നതിൽ മെസ്സി കാണിക്കുന്ന അസാമാന്യമായ മനോധൈര്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എതിർ ടീമിലെ ഒന്നിലധികം കളിക്കാർ ഒരേ സമയത്ത് വളഞ്ഞു പുളഞ്ഞ് പന്ത് റാഞ്ചാൻ ശ്രമിക്കുമ്പോഴും വളരെ ശാന്തനായി പന്ത് നിയന്ത്രിച്ച് മുന്നേറാൻ അദ്ദേഹത്തിന് കഴിയാറുണ്ട്. സമ്മർദ്ദമോ അതൊരു പ്രശ്നമേയല്ല എന്ന് ഓരോ നീക്കങ്ങളിലൂടെയും അദ്ദേഹം ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനും അസാധ്യമെന്ന് തോന്നുന്ന വിജയങ്ങൾ വെട്ടിപ്പിടിക്കാനും അദ്ദേഹത്തിൻ്റെ ഈ അചഞ്ചലമായ മനസാന്നിധ്യം വളരെ പങ്കുവഹിച്ചിട്ടുണ്ട്. ഫുട്ബോൾ എന്ന വികാരത്തെ ഇത്രത്തോളം പൂർണ്ണതയോടെ ലോകത്തിന് മുമ്പിൽ അവതരിച്ച ഒരു പേരാണ് ലയണൽ മെസ്സി. അയാൾ കഥ തുടരും.